ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ ക്രീപ്പർ ചെടികളെ ഇഷ്ടമുള്ള എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജോൺസ് ക്രീപ്പറാണ് കേട്ടോ. അപ്പോൾ പലയിടത്തും ഈ ജോൺസ് ക്രീപ്പറിൻ്റെ പേര് മാൻഡിവില്ല അലമാൻഡ എന്ന പേരിലൊക്കെ നമ്മൾ വീഡിയോസിൽ കാണാറുണ്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ പേര് നമ്മുടെ ജോൺസ് ക്രീപ്പർ എന്നാണ്. നല്ല വെള്ള കോളാമ്പി പൂക്കൾ പോലെയുള്ള പൂവിനുള്ളിൽ നല്ല മെറൂൺ കളറിലൊരു ഷെയ്ഡ് വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ജോൺസ് ക്രീപ്പറിൻ്റെ ചെടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ തൈകളെന്ന് പറയുമ്പോൾ തീരെ കുഞ്ഞു തൈകളല്ല, ഇപ്പം നമ്മുടെ കയ്യിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെടികളാണേ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 19 പ്ലാന്റ്സിൻ്റെ അടുത്ത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. 150 രൂപയാണ് ഇതിൻ്റെ ചെടിയുടെ വില വരുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒരു ചെടി ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് പുതിയ പുതിയ തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പല ചെടികളും നമ്മളൊരു 10-15 കമ്പുകൾ കുത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരെണ്ണം പിടിക്കത്തുള്ളൂ. എന്നാൽ ഈ ജോൺസ് ക്രീപ്പർ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ തളിരായിക്കോട്ടെ, അത്യാവശ്യം മെച്ചുവേർഡായ കമ്പുകളായിക്കോട്ടെ, ചെറിയ രീതിയിൽ വെറുതെ ഒന്ന് നമ്മളെ മണ്ണിനകത്ത് കുത്തി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് പിടിച്ചു വരും. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ചെടി സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിലും നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കിതുപോലെ ക്രീപ്പർ ആക്കിയിട്ട് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. നല്ല ഭംഗിയാണ്. വെള്ളപ്പൂക്കൾ ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ, അതായത് പുതിയൊരു ദിവസം തുടങ്ങുമ്പോൾ വെള്ളപ്പൂക്കളൊക്കെ നമ്മൾ കണ്ട് പുതിയൊരു ദിവസം തുടങ്ങാനൊക്കെ ആയിട്ടുള്ള ഒരു വിശ്വാസത്തിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും അറിയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളപ്പൂക്കൾ കണി കണ്ട് ഉണരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പറ്റിയ നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. നമ്മൾ ആർച്ച് പോലെയൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിലോ ഫ്രണ്ടിലോ ഒക്കെ കെട്ടിയെടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ നമ്മുടെ ഈ ഒരു ജോൺസ് ക്രീപ്പർ പടർത്തി വിടുകയാണെങ്കിൽ നമ്മളെ കാറ്റ്സ് ക്ലോ ഒക്കെ പടർന്നു നിൽക്കുന്നതിനെ പോലെ തന്നെ നല്ലൊരു പ്രതീതി തരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്ന ചെടികളാണ്. ഇത് മദർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതേപോലെ പൂക്കളുണ്ടായി നിൽക്കുന്ന നമ്മുടെ ചെടികളും അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മളൊരു 9 വർഷത്തോളമായി ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതിനകത്ത് യാതൊരു അസുഖങ്ങളും ഇന്ന് വരെ കണ്ടു വന്നിട്ടില്ല കേട്ടോ. അതിലുപരി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എത്ര കുഞ്ഞ് കമ്പ് കട്ട് ചെയ്ത് വെച്ചാലും വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു വരികയും പുതിയ ഒരുപാട് ചെടികൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മളെ കഴിഞ്ഞൊരു ദിവസം 2-3 പേര് ക്രീപ്പർ പ്ലാന്റ്സ് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ നമുക്ക് ബോഗൺവില്ലാസിൻ്റെയും അഡീനിയത്തിൻ്റെയൊക്കെ സെയിൽ നടക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരക്കാരൊക്കെ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ മെസ്സേജിനകത്ത് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും നമ്മൾ പതിയെ റിപ്ലൈ തരും കേട്ടോ. ആദ്യം വരുന്ന മെസ്സേജുകൾ അനുസരിച്ചിട്ട് റിപ്ലൈ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.